അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വിചാരിച്ചപ്പോഴാണ് എന്തായാലും നെക്സ്റ്റ് വൺ എല്ലാവരും ചോദിച്ചില്ലേ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ആൻറ്റി ഏജിങ്ങിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ബസ് പാട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, മാതളങ്ങ ഇഷ്ടമാണല്ലോ. സലാഡ്സിലും മറ്റും നമ്മൾ മാതളങ്ങ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി കുടിക്കാൻ പറ്റുമെങ്കിൽ മാതളങ്ങ ജ്യൂസ് കുടിക്കുക, ഇല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും യൂസ് ചെയ്യുക. മാതളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ HB ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം ആൻറ്റി ഏജിങ്ങിന് ബസ് പാട്ട്. ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് ഐറ്റംസ് എല്ലാം തന്നെ ആൻറ്റി ഏജിങ് ബസ് ഫണ്ടാണ്. ഇത് മുതിർന്നവർക്കായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കും യൂസ് ചെയ്യും. പക്ഷേ 1-2 ഡ്രിങ്ക് ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ മെയിനായിട്ട് പറയാം. അത് കിഡ്സ് യൂസ് ചെയ്യേണ്ട, വലിയ ആൾക്കാർ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ്. അത് എല്ലാവർക്കും യൂസ് ചെയ്യാം. ABCയിലെ ഏറ്റവും മെയിൻ പാർട്ട് ഏതാണ്? ക്യാരറ്റാണ്. ബീറ്റ്റൂട്ടിനൊപ്പം ക്യാരറ്റും ഉണ്ട്. ക്യാരറ്റ് ജ്യൂസ് മാത്രമായിട്ട് കുടിക്കുക. എന്താണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് എല്ലാവരും, അത് നിങ്ങൾ സലാഡ്സിലായാലും മറ്റെല്ലാത്തിലും എല്ലാവരും ഉൾപ്പെടുത്തുന്നത്. ഈ എല്ലാവരും എന്ന് പറയാൻ കാരണം നിങ്ങളെപ്പോഴും നോർമൽ സാധാരണക്കാരെ നോക്കത്തില്ല. അത് ഞാൻ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അത് മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യൂ. നമ്മൾ യൂസ് ചെയ്യാം ഇല്ല എന്നല്ല, പക്ഷെ അവരുടെ റൂട്ടീനും വേറെയാണ്, നമ്മുടെ റൂട്ടീനും വേറെയാണ്. നമ്മുടെ ക്ലൈമറ്റിലും നമ്മുടെ ഹെൽത്തിനും നമ്മൾ ചെയ്യുന്ന വർക്കിനും നമ്മൾ എന്തൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കണം അത് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാം. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ പാട്ടാണ് നമ്മുടെ ലെമൺ ജ്യൂസ്. ലെമൺ വിത്തൗട്ട് ഷുഗർ അല്ലെങ്കിൽ വിത്തൗട്ട് സോൾട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാം. അത് ഒരു 11 o'clock അല്ലെങ്കിൽ ഒരു രാത്രി വേണ്ട കേട്ടോ, ഒന്നീ മോർണിംഗ് ആ ഒരു ടൈമിന് നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ അലോവേര എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നതല്ല, പക്ഷേ ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റായിട്ട് കുടിക്കുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ. സ്കിന്നിന് ഇത്രയും ബെനിഫിറ്റ് തരുന്ന ഒരു സാധനം വേറെയില്ല. എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ, അല്ലാതെ കുടിക്കരുത്. എനിക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നേരം ഏതെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ട്വൈസ് ഏതെങ്കിലും ഡ്രിങ്കിൽ ഉൾപ്പെടുത്തി ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ വരുന്ന മൈ ഫേവറേറ്റ് ബെറീസ്, ബ്ലൂബെറീസ് ആൻഡ് ക്രാൻബെറീസ്. അത് നിങ്ങൾക്ക് ജ്യൂസായിട്ട് കുടിക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾ വെറുതെ കഴിക്കാം. ഇത് ഇത്രയും മസ്റ്റായിട്ട് നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ABC എന്ന് പറയുമ്പോൾ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാതളങ്ങ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്ത് അത് ആഡ് ചെയ്യാം. ഒരു ഫേവറേറ്റ് കൂടെയാണ് കോള. മറ്റ് ഐറ്റംസിൽ നോക്കി പോകുന്നവരാണെങ്കിൽ അതൊന്നും മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കരിക്കാൻ വെള്ളം കുടിക്കാം. ഇതും നല്ലതാണ്. ഇത്രയുമാണ് ഹെൽത്തി ബെനിഫിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിലെ മെയിൻ പാട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഡ്രിങ്ക് ഐറ്റംസ് ആണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 2-3 വീക്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പക്ക റിസൾട്ട് അറിയാം. ഈ ഒരു ബീട്രൂട്ട് ബേസ് വരുന്ന നമ്മളെന്താ ഡ്രിങ്ക്, ഐസ് ക്യൂബ് ഡ്രിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് അരിച്ച് കുടിക്കാറുണ്ട്. പല ജ്യൂസുകളും നമ്മൾ അരിച്ചാണ് കുടിക്കാറില്ല. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കുടിക്കാൻ പറ്റില്ല, തരി കുറച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അരിച്ച് ഒരു നേരം ഒരു ജ്യൂസ് കുടിക്കുക. നമ്മുടെ സ്കിന്നിനും ഇപ്പോഴത്തെ ക്ലൈമറ്റിനും ബെസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി. ആൻറ്റി ഏജിങ് സ്പാർട്ട്.